നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഇന്നലെ അദ്ദേഹത്തിൻ്റെ സർക്കാരിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടുമായിട്ട് ഇന്നലെ വന്നിട്ടുണ്ട്. വാസ്തവത്തിൽ ഈ എല്ലാ വിഷയത്തിനും 0 കിട്ടിയിട്ടുള്ള ഒരു വിദ്യാർത്ഥി ആ 0 എഴുതിയ പ്രോഗ്രസ് റിപ്പോർട്ടുമായിട്ട് അച്ഛനമ്മമാരുടെ മുന്നിൽ പോകാൻ എത്രമാത്രം ജാള്യതയുണ്ടാകും നമുക്കൊന്ന് ഊഹിക്കാം. മുഖ്യമന്ത്രിയുടെ അവസ്ഥ വാസ്തവത്തിൽ അതാണ്. പക്ഷേ അദ്ദേഹം ഇന്നലെ യാതൊരു ജാള്യതയുമില്ലാതെ സർക്കാരിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞ് ജനങ്ങളുടെ മുന്നിൽ ഇങ്ങനെ അവതരിപ്പിക്കണമെങ്കിൽ, എന്നിട്ട് അതിൻ്റെയൊക്കെ കുറ്റം കേന്ദ്ര സർക്കാരിൻ്റെ തലയിൽ കെട്ടിവെക്കണമെങ്കിൽ അതിന് അപാര തൊലിക്കെട്ടി വേണം. കേരളം കണ്ടിട്ടുള്ള ഏറ്റവും തൊലിക്കട്ടിയുള്ള മുഖ്യമന്ത്രി അതാണ് ശ്രീമാൻ പിണറായി വിജയൻ എന്ന് ഇന്നലെ അദ്ദേഹം പ്രഖ്യാപിക്കുകയായിരുന്നു. കാരണം ഒന്നുകിൽ അദ്ദേഹത്തിന് അങ്ങേയറ്റത്തെ അഹങ്കാരം, അതല്ലെങ്കിൽ അദ്ദേഹത്തിന് കാര്യങ്ങളൊന്നും മനസ്സിലായില്ല. ഈ കഴിഞ്ഞ 4-ാം തീയതി തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നപ്പോൾ അദ്ദേഹത്തിന് വ്യക്തമായിട്ടുണ്ടാകും അദ്ദേഹം പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന്. ജനം സർക്കാരിനോടൊപ്പം നിന്നു എന്നാണ് പറഞ്ഞത്. ജനങ്ങൾ സർക്കാരിനോടൊപ്പം നിന്നു. ആ വാക്കിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് അറിയാമെങ്കിൽ 4-ാം തീയതി പുറത്തു വന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലം, ആ ഫലം അദ്ദേഹം ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് അധികം അന്വേഷിച്ചു പോകേണ്ട ആവശ്യം വരില്ല. മാത്രമല്ല, ഈ കേരളത്തിലെ ജനങ്ങൾ, സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, പെൻഷൻ കിട്ടുന്നവർ, ഇവരെയൊക്കെ അവഹേളിച്ചുകൊണ്ട് ഇവർക്കൊന്നും പെൻഷൻ കൊടുക്കാതെ സർക്കാർ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി എന്ന് ജനങ്ങളുടെ മുന്നിൽ, മാധ്യമങ്ങളുടെ മുന്നിൽ പ്രഖ്യാപനം നടത്തുന്നത്, അതും തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം വന്ന് 5 ദിവസം കഴിയുന്നതിന് മുൻപേ ഈ പ്രഖ്യാപനം നടത്തുന്നത് എന്തു മാനസികാവസ്ഥയാണെന്ന് എനിക്കറിയില്ല. എനിക്കത് കണ്ടപ്പോൾ നമ്മുടെ ഗോവിന്ദൻ മാഷിൻ്റെ കാര്യമാണ് ഓർമ്മ വന്നത്. കാരണം ഗോവിന്ദൻ മാഷ് ഇതുപോലുള്ള സാഹചര്യം വരുമ്പോൾ അദ്ദേഹം പറയുന്നൊരു ഉപദേശമുണ്ട്. അദ്ദേഹം പറയുന്നത് വെച്ചാൽ മൂർത്തമായ സാഹചര്യങ്ങളോട് മൂർത്തമായിട്ട് പ്രതികരിക്കണം എന്നാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഗോവിന്ദൻ മാഷ് ഈ മൂർത്തമായ പരാജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ മൂർത്തമായിട്ട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്ന് മുഖ്യമന്ത്രിക്കൊന്ന് പറഞ്ഞു കൊടുക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മാത്രമല്ല, അതിനുശേഷം അദ്ദേഹം ഇന്നലെ നടത്തിയിട്ടുള്ള പരാമർശം, ഈ പുരോഹിതന്മാരുടെ ഇടയിലും വിവരദോഷികളുണ്ടാകും എന്നുള്ള പരാമർശം, വാസ്തവത്തിൽ ശ്രീമാൻ പിണറായി വിജയൻ താമരശ്ശേരി ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ച ആ കാലഘട്ടത്തിൽ നിന്ന് ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും, 8 വർഷക്കാലം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നതിന് ശേഷവും അദ്ദേഹം ഒരടി പോലും അദ്ദേഹം മാറിയിട്ടില്ല. അല്പം പോലും മാറ്റം വരുത്താൻ മാനസികമായിട്ട് അദ്ദേഹം തയ്യാറായിട്ടില്ല എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. വിയോജിക്കുന്നവരെ എങ്ങനെ അവഹേളിച്ച് അധിക്ഷേപിച്ച് വിയോജിക്കുന്നവരോടുള്ള അസഹിഷ്ണുത, ആ അസഹിഷ്ണുതയാണ് ശ്രീമാൻ പിണറായി വിജയൻ അന്നും പ്രഖ്യാപിച്ചത്, ഇപ്പോൾ ഇന്നലെയും പ്രഖ്യാപിച്ചിട്ടുള്ളത്. മാത്രമല്ല, അതിനുശേഷം ബിഷപ്പ് കൂറിലോസ് ഒരു ഇടതുപക്ഷ അനുഭാവിയായിട്ടാണ് ഞാനൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള, അക്കമിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ വികാരമാണ്. കാരണം 20 ലക്ഷം തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞു. ഇതുവരെ 2 ലക്ഷം തൊഴിൽ കൊടുത്തു എന്നാണ് പ്രോഗ്രസ് റിപ്പോർട്ട് പറയുന്നത്. ഇതേ കാര്യമാണ് ബിഷപ്പ് കൂറിലോസ് പറഞ്ഞിട്ടുള്ളത്. അത് വലിയ നേട്ടമാണ് എന്ന് പിണറായി വിജയൻ പറയുമ്പോൾ അത് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമായില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് പല സ്ഥലങ്ങളിലും 3-ാം സ്ഥാനം കൊടുത്തത്. മാത്രമല്ല, ബിഷപ്പ് പറയുന്നു സാമ്പത്തിക അച്ചടക്കമില്ലായ്മ സർക്കാരിൻ്റെ ഒരു വലിയ പോരായ്മയാണെന്ന്.
1600 രൂപ പെൻഷൻ കൊടുക്കാൻ കഴിയാത്ത ആളുകൾ, പെൻഷൻ കൊടുക്കാൻ പണമില്ല എന്ന് പറയുന്ന ആളുകൾ, അവർ നവകേരള സദസ്സിന് വേണ്ടിയിട്ട് പണം ചെലവാക്കുന്നു, കോടികൾ ചെലവാക്കുന്നു. ലോക കേരള സഭ എന്ന് പറഞ്ഞിട്ട് വലിയ മാമാങ്കം നടത്തുന്നു. കഴിഞ്ഞ തവണ 2 or 3 തവണ നടത്തിയിട്ടുള്ള ഈ ലോക കേരള സഭ കൊണ്ട് കേരളത്തിനോ പ്രവാസികൾക്കോ ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. എങ്കിൽ പോലും വീണ്ടും ഇതാ അടുത്ത ലോക കേരള സഭ നടത്താൻ പോവുകയാണ്. ഇന്നത്തെ പത്രത്തിൽ വേറൊരു വാർത്ത കണ്ടു. 300 കോടി ചെലവിട്ടുകൊണ്ട് ഡൽഹിയിൽ ഒരു കേരള ഭവൻ പണിയാൻ പോകുന്നു. ആർക്ക് വേണ്ടിയാ? 1600 രൂപ പെൻഷൻ കൊടുക്കാൻ കഴിയാത്ത ആളുകളെ, ആ ആളുകളോട് ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ശേഷിയില്ല, ഞങ്ങൾ വലിയ കടക്കണിയിലാണ്, ഞങ്ങൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന് പറയുന്ന ആളുകൾ 300 കോടി ചെലവഴിച്ചുകൊണ്ട് ഡൽഹിയിൽ കേരള ഭവൻ പണിഞ്ഞിട്ട് അത് ആർക്ക് വേണ്ടിയാണ്? കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക്, 4 കോടി ജനങ്ങൾക്ക്, അതിൽ എത്ര പേർക്കാണ് ഡൽഹി പോയിട്ട് കേരള ഭവനിൽ താമസിക്കേണ്ട ആവശ്യം വരുന്നത്?